ജാം ജൂ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടേക്ക് ഒന്ന് പോയി. അവിടെ സൂപ്പർ മാർക്കറ്റിന് അടിപൊളി പേരാ, ജാം ജൂ. ഞാൻ അവിടെ പോയി ജാം ജൂ ആക്കി. ആൾക്കാരെല്ലാരെയും കണ്ട്. അപ്പൊ ഭയങ്കര മഴ പെയ്യ, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ തോരാത്ത മഴ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇന്നപ്പോ ഇന്നത്തെ കുടുംബസംഗമം അങ്ങടെ ആവൂല, കാരണം നല്ല മഴ പെയ്യല്ലേ. ഈ മഴ കണ്ടിട്ട് ഇനിയിപ്പോ കുടുംബം കൂടി വീട്ടിൽ തന്നെ കൂടിയിട്ട് സംഗമിച്ചാൽ മതി, ഇനിയിപ്പോ മീറ്റിങ്ങിന്റെ അവിടെയൊക്കെ പോണ്ടാന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഒരു കാര്യം കുഞ്ഞാൽ സാഹിബ് പറഞ്ഞ പോലെ ഉറപ്പായി, മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിലമ്പൂര് നമുക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഉറപ്പാവുക. ഞാൻ ഇന്ന് ഉച്ചയുടെ മുമ്പ്, പള്ളിയുടെ മുമ്പ്, ഞാൻ നിലമ്പൂർ ടൗണിന്റെ നമ്മുടെ ഓഫീസിന്റെ ബാക്കിലുള്ള അവിടങ്ങളിലൊക്കെ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിനോട് പറഞ്ഞ അത് 1000, 300 എത്ര വോട്ട് അവർക്ക് ലീഡുള്ള സ്ഥലമാണ്. അവർ ഏതാ ഞാൻ പോയ സ്ഥലം, അവിടെ എവിടേക്കോ കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോ എന്നോട് ഒരു ചാനലുകാരൻ ഇങ്ങനെ അറിയാതെ അവിടെ വന്ന് പെട്ടപ്പോ അത് അവരും കവർ ചെയ്തു. എന്നോട് പിന്നെ UDF ജയിക്കും എന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്ര നേരം ഞാൻ ഈ ആൾക്കാരെ കാണുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ ക്യാമറയും കൊണ്ട് ഒപ്പുണ്ടായിരുന്നല്ലോ, ആ മനുഷ്യരുടെ പ്രതികരണം കണ്ടിട്ട് എന്താ തോന്നുന്നു? അത് നല്ല പ്രതികരണമാണ്. ഞാൻ പറഞ്ഞു, അതന്നെ ഞങ്ങളുടെ ധൈര്യം. ജനങ്ങൾ നന്നായിട്ടാണ് ഞങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനം. അത് മറിച്ചാണെന്ന് പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ വലിയ മത്സരം നടന്നിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാൽ സാഹിബ് കൂടെ സൂചിപ്പിച്ചത്. വടകര വന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ സർവേയിൽ 6% വോട്ടിന് നമ്മൾ തോൽക്കുന്നു പറഞ്ഞു, പിന്നെ 4% വോട്ടിന് നമ്മൾ തോൽക്കുന്നു പറഞ്ഞു, പിന്നെ 3% വോട്ടിന് നമ്മൾ തോൽക്കുന്നു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പിന്നെയും 4% നമ്മൾ വോട്ടിന് തോൽപ്പിച്ചു. അപ്പൊ എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഞാൻ പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളെയും സർവേകളെയും വിശ്വസിച്ച് വന്നതല്ല, എന്നെ UDF ഇങ്ങോട്ടേക്ക് അയച്ചത് വടകരയിലെ ജനങ്ങളെ കണ്ടിട്ടാണ്. അവരുടെ സർവേയിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാവെന്ന് പറഞ്ഞു. ഇവിടെയും നിലമ്പൂര് വന്നപ്പോ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ. അതാണ് ശിവു തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ആദ്യത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഒരു വലിയ കൺവെൻഷൻ വലിയ പങ്കാളിത്തത്തോടെ വലിയ ആവേശത്തോടെ മാത്രമല്ല, അന്ന് നേതാക്കന്മാരെ മുഴുവൻ പറഞ്ഞത്, ഇത്രയാള് പ്രസംഗിച്ചിട്ടും ആ സംഗമവേദിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോവാതെ നന്ദി പ്രസംഗവും കഴിഞ്ഞ് ഞങ്ങളൊക്കെ പുറത്തിറങ്ങി ആളുകളെ കണ്ടിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള അത്ര നല്ലൊരു കൺവെൻഷൻ കഴിഞ്ഞപ്പോ ഉടനെ വാർത്ത വരികയാണ്, പാണക്കാട് കുടുംബം UDF സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ബഹിഷ്കരിച്ചു, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. അപ്പൊ ആ വേദിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗിക്കുന്നുണ്ട്. എന്താ പ്രസംഗിച്ചത്? ആ വേദിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രസിഡന്റ് ആദരണീയനായ പാണക്കാട് തങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയ മക്കത്ത് നിന്ന് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് നിലമ്പൂരിലെ കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു എന്ന് ആ കൺവെൻഷനിൽ പ്രസംഗിക്കുക. ഒരു ലേശം വിവരം ഇവർക്ക് ഉണ്ടെങ്കിൽ പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ച ഒരു വേദിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് UDF സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് പറയൂ? ഒന്നും വേണ്ട, അത് ലീസ്റ്റ് മിനിമം ഒന്ന് ആലോചിക്കണ്ടേ? അതുപോലും ആലോചിക്കാതെ എന്റെ ചേച്ചി വാർത്തയൊക്കെ കൊടുത്ത് ഇതോടുകൂടി ഇതിനകത്ത് വലിയ പ്രശ്നമാണ്, ഇത് ഒലിച്ചു പോകും, ഇത് തീർക്കും, തോൽക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഞാനത് കണ്ടിട്ട് എന്നോട് പിറ്റേ ദിവസം മാധ്യമം ചോദിച്ചപ്പോഴും പറഞ്ഞു, നമ്മളിത് വടകരയിലും കണ്ടതാണ്, നമ്മളിത് പാലക്കാടും കണ്ടതാണ്, നമ്മളിത് പുതുപ്പള്ളിയിലും കണ്ടതാണ്, നമ്മളിത് തൃക്കാക്കരയിലും കണ്ടതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ മേലെയാണ് ജനങ്ങൾ. അവരുടെ തീരുമാനമാണ് ജയിക്കുക. ആ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂടെ ഉണ്ട്. നിലമ്പൂര് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. ഇതിപ്പം ഒരു കാര്യം ആലോചിക്കുക, പിന്നെ വിനാൽ സാഹിബ് സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ 6-7 മാസത്തേക്ക് നിലമ്പൂരിന്റെ MLA ആര് എന്ന് തീരുമാനിക്കാൻ മാത്രം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഇതല്ല. അതിനപ്പുറം പ്രാധാന്യ തെരഞ്ഞെടുപ്പിനുണ്ട്. ഇപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കുക, കേരളം മുഴുവൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കേരളം മുഴുവൻ ഈ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാർ മുഴുവൻ ഈ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക.